നമ്മളെ പുറപ്പാട് കക്കാടംപൊയിലേക്കാണ് കേട്ടോ. പെട്ടെന്നുണ്ടായൊരു പ്ലാനാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നിമിഷേനെ അവളെ വീട്ടിൽ പോയി കൂട്ടണം, മുക്കത്ത് പോയി കൂട്ടണം കേട്ടോ. അവൾ 2 ദിവസം അവിടെ നിൽക്കാൻ വേണ്ടി പോയതാണ്. ഒരു 3:30 ആകുമ്പോഴത്തേക്ക് നമ്മൾ മുക്കത്തേക്ക് എത്തിട്ടോ. നിമിഷൻ്റെ വീട്ടിലെത്തി. അവിടുത്തെ മുൻവശമാണ് ഇതൊക്കെ, നല്ല ഭംഗിയാണ് കാണാൻ. അവിടെ തൊട്ടടുത്തുള്ളൊരു ശിവക്ഷേത്രമാണ് കേട്ടോ ഇത്. നല്ല ഭംഗിയാണ് കാണാൻ. ഇത് മഴക്കാലം ആകുമ്പോഴാണ് കൂടുതൽ ഭംഗി ഉണ്ടാവുക എന്നാണ് പറഞ്ഞത്. കാരണം വെള്ളമൊക്കെ നന്നായിട്ട് കയറി ആ ഒരു സ്റ്റെപ്പിൻ്റെ മുകളിലായിട്ടൊക്കെ വെള്ളം നിൽക്കുന്നതാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അവിടുന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ നമ്മളെടുത്തു. അവിടുന്ന് പിന്നെ വേഗം നമ്മൾ കടമ്പയിലേക്ക് പോവാണ് കേട്ടോ. പിന്നെ ഒരുപാട് ലേറ്റായി പോവുക. ഇപ്പം തന്നെ ഏകദേശം ഒരു 4:30 ഒക്കെ ആയിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ നല്ല മഴക്കാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കക്കാടംപൊയിൽ ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ പോകുന്നത്. പക്ഷേ നിമിഷയും ആദർശവും ഇതിൻ്റെ മുന്നേ 2-3 തവണ പോയിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്കിതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഇങ്ങനെ ജീപ്പിൽ പോകുന്നത് അത്യാവശ്യം നല്ല അഡ്വഞ്ചറാണ്, നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. എന്തായാലും ഞങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. താഴെ മുകളിൽ വരെ നമുക്ക് നടന്ന് കയറാം. പക്ഷേ അതിനേക്കാൾ ഈസി ആണല്ലോ വിചാരിച്ചിട്ടാണ് ജീപ്പ് കയറിയത്. പക്ഷേ അതെന്തായാലും നന്നായി. സൺഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല റഷ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ മെല്ലെ 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 കുന്നൊക്കെ കയറാൻ തുടങ്ങി. നല്ല ഭംഗിയെന്ന് വെച്ചാൽ നല്ല ഭംഗിയുണ്ടായിരുന്നു. കാരണം കോടയൊക്കെ നിറഞ്ഞ് പിന്നെ അത്യാവശ്യം മഴച്ചാറിലൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഒരു രസം ഉണ്ടായിരുന്നു ഇങ്ങനെ കുന്നിങ്ങനെ കയറാൻ വേണ്ടിയിട്ട്. പിന്നെ അതേപോലെ തന്നെ നിമിഷം നല്ല സ്പീഡായിട്ടാണ് കയറിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് അത്ര സ്പീഡിൽ അങ്ങോട്ട് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വളരെ സ്ലോ ആയിട്ടാണ് മെല്ലെ മെല്ലെ മെല്ലെയാണ് കയറിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ടുണ്ടല്ലോ. ഞങ്ങളൊരു പകുതി എത്തുമ്പോഴത്തേന് നന്നായിട്ട് ഇരുടായി. പിന്നെ കോടയൊക്കെ ഞങ്ങൾ നിൽക്കുന്ന ഭാഗത്തേക്ക് നല്ലോണം നിറഞ്ഞ് നല്ല രസമാണ്, നല്ലൊരു ഫീലായിരുന്നു. അങ്ങനെ മെല്ലെ 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 ഞങ്ങൾ ഏറ്റവും മുകളിലെത്തി. അപ്പോഴത്തേക്ക് ടൈം ഇത്ര ആയിട്ടുണ്ട്. നല്ലൊരു ഇരുട്ട് പിടിച്ചൊരു ടൈം ആയിട്ടുണ്ട്. പക്ഷെ നല്ല രസമുണ്ട്. മുകളിൽ നിന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ ആ ഒരു വ്യൂ ഒക്കെ കാണാൻ അടിപൊളിയാണ്. അവിടെ അത്യാവശ്യം നല്ല ടൈം ഞങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. നല്ല കാറ്റുണ്ടായിരുന്നു. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ മെല്ലെ താഴത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇത്രയുള്ള നമ്മളെ വീഡിയോ, അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.